സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ മഴവിൽ നിറങ്ങളിൽ ആകാശം. എഴുതിയത് ധന്യ രാജ്. അനിയത്തി ഹിമയുടെ വിവാഹ ചടങ്ങുകൾക്കിടയിൽ വെച്ചാണ് അമ്മ ശ്യാമയുടെ ചെവിയിൽ മന്ത്രിക്കുന്നത്. എനിക്ക് നിന്നോടും ഹിമയോടും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അടുത്തയാഴ്ച നിങ്ങൾ വീട്ടിലേക്കൊന്നു വരണം. അമ്മ തിരക്കുകൾക്കിടയിൽ അപ്രത്യക്ഷയായി. ഒരു നിമിഷം കഴിഞ്ഞ് ചുണ്ടുകളിൽ ഒട്ടിച്ചുവെച്ച ഒരു ചിരിയുമായി അവർ അതിഥികൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് കണ്ടു. ഇടയ്ക്ക് അലക്ഷ്യമെന്നോണം പാറിവന്ന അവളുടെ നോട്ടങ്ങളെ അമ്മ അവഗണിക്കുകയും ചെയ്തു. അവർ കാര്യമായി എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അപ്പോൾ തന്നെ ശ്യാമയ്ക്ക് ബോധ്യമായി. അന്നു വൈകുന്നേരം വരന്റെ വീട്ടിലെ സൽക്കാരം കഴിഞ്ഞ് ഏറെ വൈകി വീട്ടിലെത്തിയപ്പോൾ ആകാംക്ഷ അടക്കാനാകാതെ ശ്യാമ ചോദ്യം ആവർത്തിച്ചു. ഞാനും നിന്റെ അച്ഛനും കൂടി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നിർബന്ധിച്ചപ്പോൾ അമ്മ എങ്ങും തൊടാത്ത മട്ടിൽ പറഞ്ഞു. അത് നിങ്ങളെ അറിയിക്കാനാണ് വീട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞത്. ഹിമയും അന്നവിടെ എത്തും. അപ്പോഴേക്കും ബന്ധുക്കളായ സ്ത്രീകളുടെ ചെറു സംഘങ്ങൾ ഒരു തിരമാല പോലെ പാഞ്ഞുവന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി. പട്ടുസാരികളുടെയും ആഭരണങ്ങളുടെയും തിളക്കത്തിനിടയിൽ ഒരു വെളിച്ചപ്പൊട്ടുപോലെ അമ്മ മറഞ്ഞു. പിന്നീട് കൃത്യം 9 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ശ്യാമ എന്തായിരിക്കും കാര്യം എന്നൊരു ചോദ്യം അവളുടെ ഭർത്താവ് നിഖിലിന്റെ നേർക്കെറിഞ്ഞു. അനിയത്തി ഹിമയും അവളുടെ ഭർത്താവ് ആകാശും നേരത്തെ എത്തിയിരുന്നു. വിവാഹശേഷമുള്ള വിരുന്നുകളിലും സൽക്കാരങ്ങളിലും മുങ്ങി നിവരുന്നതിനിടയിൽ എങ്ങനെയൊക്കെയോ സമയം കണ്ടെത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവർ സൂചിപ്പിച്ചു. ഫോണിലൂടെ പങ്കുവയ്ക്കാൻ കഴിയാത്ത എന്തു രഹസ്യമാണ് അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ പൊടുന്നനെ സംഭവിച്ചതെന്ന് ഹിമ അതിശയിച്ചു. ശ്യാമയുടെ മാസങ്ങളായി അടച്ചിട്ടിരുന്ന മുറിയിൽ അഭിമുഖമായിട്ട 2 കസേരകളിൽ ഇരിക്കുകയായിരുന്നു അവർ. ജനാല തുറന്നപ്പോൾ മുറ്റത്തിന്റെ അതിരിനോട് ചേർന്നു നിൽക്കുന്ന റോസാച്ചെടിയിൽ ഏറെ കാലത്തിനു ശേഷം 2 പൂക്കൾ വിടർന്നിരിക്കുന്നത് കണ്ടു. അവയുടെ കടും നിറം ഒരു നിമിഷം കണ്ണിലേക്ക് തറച്ചു കയറി. നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. അമ്മ അവരെ സ്വീകരണ മുറിയിലേക്ക് വിളിച്ചു. അച്ഛൻ ദിനപത്രവുമായി സോഫയിൽ നേരത്തെ ഇടം പിടിച്ചിരിക്കുന്നുവെന്ന് അവർ കണ്ടു. വായിച്ചുകൊണ്ടിരുന്ന അക്ഷരങ്ങൾക്കുമപ്പുറം മറ്റെന്തൊക്കെയോ ആശയങ്ങളാണ് അദ്ദേഹത്തിന്റെ കണ്ണടയിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്യാമയ്ക്ക് തോന്നി. എന്ത് അത്യാവശ്യ കാര്യം പറയാനാണ് ഞങ്ങളെ ഇപ്പോൾ വിളിച്ചു വരുത്തിയത്? അക്ഷമ കലർന്ന ശബ്ദത്തിൽ ഹിമയാണ് ആദ്യം പറഞ്ഞത്. പറയാം, അച്ഛൻ പതിവ് ശാന്തതയോടെ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഒരു വാട്സപ്പ് മെസ്സേജായി ഞങ്ങൾ ഇപ്പോൾ അയച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കൂ. ശ്യാമ തിടുക്കത്തിൽ മൊബൈലെടുത്ത് വാട്സപ്പ് തുറന്നു നോക്കി. അതിൽ അച്ഛൻ്റെയും അമ്മയുടെയും നമ്പറിൽ നിന്നും ഓരോ മെസ്സേജ് വീതം വന്നിട്ടുണ്ട്. അവൾ അതിൽ വിരലമർത്തി. ഒരു ക്ഷണക്കത്തായിരുന്നു അത്. സുഹൃത്തുക്കളെ, ഈ വരുന്ന ഒക്ടോബർ 11 ഞങ്ങൾ വിവാഹമോചിതരാകുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നു. തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഈ തീരുമാനം. ഞങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നു, എന്നാൽ യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ വേർപിരിയുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളുടെ ഓർമ്മകൾ മനസ്സിലെന്നും ഉണ്ടായിരിക്കും. ഒരുമിച്ചുള്ള ജീവിതം ഇനിയില്ല എന്നു മാത്രം. ഞങ്ങൾക്കിടയിലുള്ള സൗഹൃദം തുടരും. പുതിയ പ്രതീക്ഷകളിലേക്ക് ഞങ്ങൾ വേറിട്ട വഴികളിലൂടെ യാത്ര ആരംഭിക്കുന്ന സന്തോഷത്തിൽ പങ്കാളികളാകാൻ ഏവരെയും ക്ഷണിക്കുന്നു. സ്ഥലം JV ഹാൾ. സമയം വൈകുന്നേരം 5 മണി. എന്ന് സസ്നേഹം ലക്ഷ്മണൻ, ലതിക. ശ്യാമയും ഹിമയും നടുക്കത്തോടെ മൊബൈലിൽ നിന്നും മുഖമുയർത്തി പരസ്പരം നോക്കി. അച്ഛനും അമ്മയുമായിട്ടല്ലാതെ ലതികയും ലക്ഷ്മണനുമായി 2 സ്വതന്ത്ര വ്യക്തികളായി തനിക്ക് അവരെ എപ്പോഴെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ എന്ന് ശ്യാമ ഒരു നിമിഷം അമ്പരപ്പോടെ ചിന്തിച്ചു നോക്കി. അവർക്ക് അങ്ങനെയും ഒരു അസ്തിത്വമുണ്ട് എന്ന് ഈ നിമിഷം വരെയും തിരിച്ചറിഞ്ഞില്ലല്ലോ. നിങ്ങൾ പിരിയാൻ പോകുന്നെന്നോ? എന്തൊരു തമാശയാണിത്! എന്താണ് ഈ മെസ്സേജിന്റെ അർത്ഥം? ശ്യാമയാണ് ആദ്യം പ്രതികരിച്ചത്. ഗ്രേ ഡിവോഴ്സ്. ആകാശ് നിഖിലിന്റെ ചെവിയിൽ മന്ത്രിച്ചു. എന്നുവച്ചാൽ? നിഖിൽ നെറ്റി ചൊളിച്ചു. പ്രായമായവർക്കിടയിലെ ഡിവോഴ്സ്. ആകാശ് ഒച്ചയടക്കി പറഞ്ഞു. അതിപ്പോൾ കൂടി വരികയാണത്രേ. ആണോ? നിഖിൽ അതിശയിച്ചു. ഞാൻ കേട്ടിട്ടില്ല.
ലതികയും ലക്ഷ്മണനും മക്കളുടെ ഭാവമാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് എതിർവശത്തുള്ള സോഫയിലിരുന്നു. ഈ പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിച്ചതു തന്നെ എന്നൊരു മട്ട് അവരുടെ ചലനങ്ങളിലുണ്ടെന്ന് ശ്യാമയ്ക്ക് പെട്ടെന്ന് തോന്നി. ഈയൊരു നിമിഷത്തെ അതിജീവിക്കാനായി അവർ ഏറെ നാളത്തെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാകുമെന്നും. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വേർപിരിയുന്നത്? ജീവിതം കുട്ടിക്കളിയാണോ? ശ്യാമ വീണ്ടും ചോദിച്ചു. അമ്മേ, ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ആവശ്യം. അതാണ് മാരീഡ് ലൈഫിൻ്റെ അടിസ്ഥാനം. ഒരാഴ്ചയ്ക്ക് മുമ്പ് മാത്രം വിവാഹിതയായ ഹിമ ഉറപ്പിച്ചു പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ പലതും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നു നടിക്കണമെന്ന്? രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന വ്യക്തികൾ ഒരുമിച്ചു ചേരുമ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടാകും. അങ്ങനെയല്ലാത്ത ഒരു ദാമ്പത്യവും ലോകത്തിലില്ല എന്ന് അമ്മ പറഞ്ഞതൊക്കെ ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു. ശ്യാമ വിജയിച്ച മട്ടിൽ പറഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളുടെ ദാമ്പത്യം കുഴപ്പമില്ലാതെ മുന്നോട്ടു പോകുന്നത്. ഞാൻ പണ്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് അഭിമാനത്തോടെ പറയുമായിരുന്നു, എൻ്റെ പേരൻസ് തമ്മിൽ ഒരു കാര്യത്തിനും വഴക്കുണ്ടാകാറില്ല എന്ന്. ഹിമ കരയാൻ ഭാവിച്ചു. എന്നിട്ടിപ്പോൾ എന്താണിപ്പോൾ നിങ്ങൾക്കിടയിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം? ശ്യാമ പൊട്ടിത്തെറിച്ചു. ഇപ്പോഴെനിക്കൊരു കാര്യം ബോധ്യമായി. പ്രായമുള്ളതുകൊണ്ട് മാത്രം പക്വത ഉണ്ടാകണമെന്നില്ല. ശ്യാമ പറഞ്ഞതു ശരിയാണ്. നിഖിൽ പിന്താങ്ങി. പ്രശ്നങ്ങൾ എന്തുതന്നെ ആയാലും നമുക്ക് ചർച്ച ചെയ്തു പരിഹരിക്കാം. അച്ഛനും അമ്മയും എന്നും ഒരുമിച്ചു ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുവരെ നിശബ്ദനായിരുന്ന ലക്ഷ്മണൻ പറഞ്ഞു. ഞങ്ങൾ പ്രായമായവർക്കും ഞങ്ങളുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാകില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ലതിക ഒരു ചെറുചിരിയോടെ പറഞ്ഞു. പരസ്യത്തിൽ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ റിട്ടയർ ആകുന്നത് എൻ്റെ ജോലിയിൽ നിന്നു മാത്രം, എൻ്റെ സ്വപ്നങ്ങളിൽ നിന്നല്ല എന്ന്. ആഗ്രഹങ്ങൾ എന്നു പറയുമ്പോൾ നിങ്ങൾക്കിനി എന്താഗ്രഹം? നിഖിൽ സംശയിച്ചു. ഇനി മറ്റൊരു കല്യാണം? ശ്യാമ മടിച്ചു മടിച്ചു ചോദിച്ചു. അച്ഛനെ ഒരു സ്ത്രീ ഇടയ്ക്കൊക്കെ ഫോണിൽ വിളിക്കാറുണ്ടല്ലോ, അതാരാണ്? അച്ഛൻ്റെ ബെസ്റ്റിയാണോ? ഹിമ ഇടയിൽ കയറി ചോദിച്ചു. നമ്മുടെ ആഗ്രഹങ്ങളിൽ കല്യാണം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണോ? ലതിക പെട്ടെന്ന് ചോദിച്ചു. അല്ലാതെ പിന്നെ. അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തെളിച്ചു പറ. നിഖിൽ അക്ഷമനായി. ശ്യാമയും ഹിമയും ആകാശം ആകാംക്ഷയോടെ ലതികയെ നോക്കി. ജോലിയിൽ നിന്നും റിട്ടയർ ആകുന്നതുവരെ ഞാൻ ഒന്നിനെപ്പറ്റിയും ആലോചിച്ചിട്ടില്ലായിരുന്നു. ലതിക സാവധാനം പറഞ്ഞു തുടങ്ങി. ആവശ്യത്തിന് സമയമില്ലാത്തതു മാത്രമായിരുന്നു എന്നെ അലട്ടിയ പ്രശ്നം. സമയത്തിനു പിന്നാലെയുള്ള ഒരു മത്സര ഓട്ടം പോലെയായിരുന്നു ജീവിതം. എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. പാതി നുറുക്കിയ പച്ചക്കറികൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പ്രഷർ കുക്കറിലിട്ട് പാചകം ചെയ്തു. കഷണങ്ങളാക്കിയ മീൻ ഫ്രീസറിൽ നിന്നെടുത്ത് മൺചട്ടിയിലേക്ക് കുടഞ്ഞിട്ടു. 6 മണിക്ക് ഭർത്താവിനെയും കുട്ടികളെയും വിളിച്ചുണർത്തി. ചെയ്തു തീർക്കേണ്ട ജോലികൾ ഒരു ജാഥ പോലെ മനസ്സിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. കലണ്ടറിൻ്റെ മറിയുന്ന താളുകളും ക്ലോക്കിൻ്റെ കറങ്ങുന്ന സൂചികളും ദിവസങ്ങളെ അടയാളപ്പെടുത്തി. ഓഫീസും വീടും ജോലിക്കിടയിലെ ഇടത്താവളങ്ങൾ പോലെയായിരുന്നു. ഒരിടത്തും ഉറച്ചിരിക്കാൻ കഴിഞ്ഞില്ല. ഇനി? ജോലിയിൽ നിന്നും വിരമിച്ച ദിവസം ഞാൻ സ്വയം ചോദിച്ചു. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ സ്വപ്നം കണ്ടതുപോലെ ദീർഘമായ ഒരു മധ്യവേനൽ അവധിക്കാലമാണ് മുന്നിലെന്നു തോന്നി. വിശ്രമജീവിതത്തെപ്പറ്റി ഏറെക്കാലം മുമ്പ് തന്നെ കിനാവു കാണാൻ തുടങ്ങിയിരുന്നു. ഓരോ നിമിഷവും ഇങ്ങനെ വേണമെന്ന് സങ്കല്പിക്കാനും കുറേ സമയം വേണ്ടിയിരുന്നു. ഒരു പ്രതിശ്രുത വധു വിവാഹജീവിതത്തെപ്പറ്റി സ്വപ്നം കാണുന്നതുപോലെ ആയിരിക്കണം അത്. പക്ഷേ വിരമിച്ചതിനു ശേഷം സങ്കല്പങ്ങളിൽ പൊടുന്നനെ ഇടിവ് വന്നു തുടങ്ങി. ഇത്രയേ ഉള്ളൂ ജീവിതം? ഉള്ളിൽ നിന്നും നിസ്സഹായതയോടെ ആരോ ചോദിച്ചു. ഇത്രയേ ഉള്ളൂ? സമയമായിരുന്നു അതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിയോഗി. ആദ്യമായി ചുവരിലെ ഘടികാരത്തിലേക്ക് ഞാൻ നിർവികാരയായി നോക്കി. ക്ലോക്കിലെ സൂചികൾ ലക്ഷ്യബോധമില്ലാത്ത ഒരു യാത്രയിലാണെന്ന് തോന്നി.
പൊടുന്നനെ എങ്ങോട്ടെന്നില്ലാതെ ഒരു യാത്രയ്ക്കുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ മുളപൊട്ടി. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ ശേഷം അപ്രതീക്ഷിതമായി മുടങ്ങിപ്പോയ യാത്രകളുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ അപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങി. കുട്ടിക്കാലത്തെ സ്കൂൾ ടൂർ മുതൽ കഴിഞ്ഞ വർഷത്തെ മൈസൂർ ട്രിപ്പ് വരെ എത്രയെത്ര സംഭവങ്ങൾ. ഇതിനിടയിൽ ബന്ധുക്കളുടെ ചെറു സംഘത്തോടൊപ്പം ഞാൻ തഞ്ചാവൂരിലേക്കും കാശിയിലേക്കും രാമേശ്വരത്തേക്കും പളനിയിലേക്കും യാത്ര പോയി. ഭക്തി മാത്രമായിരുന്നു ഇത്തരം യാത്രകൾക്കുള്ള പ്രേരണ. ലക്ഷ്യസ്ഥാനം ആരാധനാലയങ്ങളും. എൻ്റെ സങ്കല്പങ്ങളിലെ യാത്രകൾ വൈവിധ്യങ്ങളുടെ ആകാശം തേടിപ്പോയി. ചെറിയ ക്യാൻവാസുകളിൽ ഒതുങ്ങാത്ത വളരെ വലിയൊരു ചിത്രമായിരുന്നു എൻ്റെ മനസ്സ്. ലോകത്തിൽ എത്രയേറെ സ്ഥലങ്ങൾ കണ്ടു തീർക്കാനുണ്ട്. അത്ഭുതത്തോടെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ഇതിനകം 146 രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു സ്ത്രീയെപ്പറ്റി ഞാൻ അടുത്തയിടെ വായിച്ചു. ഒറ്റയ്ക്കുള്ള ലോകസഞ്ചാരമായിരുന്നു അവരുടേത്. ഓരോ നാടും അവരുടെ ഓർമ്മകളിൽ എപ്രകാരമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കൗതുകത്തോടെ ഞാൻ ഓർത്തു. ഈജിപ്ത്, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്നുവെന്ന അറിയിപ്പ് ഞാൻ അടുത്തയിടെ ഒരു മാസികയിൽ കണ്ടു. ടൂർ വേൾഡ് ഡെസ്റ്റിനേഷൻസ് എന്ന സ്ഥാപനത്തിൻ്റെ പരസ്യമായിരുന്നു അത്. അതിൽ കൊടുത്തിരുന്ന ഫോൺ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു നോക്കി. മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കുമൊക്കെ സ്ത്രീകൾ മാത്രം ഉൾപ്പെടുന്ന യാത്രാ സംഘങ്ങളും ഉണ്ടെന്നറിഞ്ഞ് ഞാൻ അതിശയിച്ചു. എനിക്കും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹം തോന്നി. പുതിയ കൂട്ടുകാർക്കൊപ്പം ഇനിയൊരിക്കലും കാണാനാകില്ലെന്നുറപ്പുള്ള സ്ഥലങ്ങൾ കാണണം. ഇനിയൊരിക്കലും അറിയാത്ത രുചികൾ, പരിചയപ്പെടാനില്ലാത്ത മനുഷ്യർ, കേൾക്കാനിടയില്ലാത്ത ഭാഷകൾ, അല്ലെങ്കിൽ ഭാഷകളേയില്ലാത്ത ആശയവിനിമയം. ഭൂപ്രകൃതി പോലെ മനുഷ്യജീവിതവും എന്നെ ആകർഷിച്ചു. ആ നാട്ടിലെ മനുഷ്യർ നമ്മളെപ്പോലെയാണോ അവരും ജീവിക്കുന്നത്? നമ്മുടെ മുറിയിൽ നമ്മൾ ഉറങ്ങുന്ന അതേ പഞ്ഞിമെത്തയിൽ കിടന്ന്, നമ്മൾ കുടിക്കുന്ന അതേ രുചിയുള്ള വെള്ളം കുടിച്ച്, ഇവിടുത്തെ ചെടികളും മരങ്ങളും പഴങ്ങളുമൊക്കെ അവിടെയുമുണ്ടാകുമോ? അവർ നിത്യവും കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാവാം? അവരുടെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രുചികൾ നമുക്കും സ്വീകാര്യമാകുമോ? ഒരു സ്വകാര്യ ഏജൻസിയുടെ യാത്രാസംഘത്തോടൊപ്പം പോകുമ്പോൾ, അവരുടെ AC റൂമിൽ താമസിക്കുമ്പോൾ എനിക്കിതൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുമോ? അറിയില്ല. പക്ഷേ ഉഷ്ണരാജ്യങ്ങളിലെ കൊടും ചൂടിൽ വെന്തുരുകിയും ശൈത്യനാടുകളിൽ തണുത്തു വിറച്ചും കുറച്ചു ദിവസങ്ങൾ ജീവിക്കുന്നത് ഞാൻ ഈയിടെ കൂടുതലായി സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഓരോ യാത്രയ്ക്കു ശേഷവും ആ നാടിനെപ്പറ്റിയുള്ള എൻ്റെ അനുഭവക്കുറിപ്പുകൾ ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കണം. യാത്രാവിവരണം എഴുതി പ്രസിദ്ധീകരിക്കാനൊന്നുമല്ല. ജീവിതാവസാനം ഇത്രയേ ഉള്ളൂ ജീവിതം എന്നൊരു നിരാശ ഉള്ളിൽ നിന്നുയരുമ്പോൾ ആ ഡയറി കുറിപ്പുകൾ കാട്ടി എനിക്ക് പറയണം, ഇതാ ഞാൻ നേരിട്ട് പകർത്തിയ വ്യത്യസ്ത ജീവിത കാഴ്ചകൾ. ഇവ ലോകമഹാത്ഭുതങ്ങളല്ലായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് അവ അതിശയങ്ങൾ തന്നെയാണ്. വർഷങ്ങൾക്കു ശേഷം ആ അക്ഷരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അവ നേരിട്ടു കണ്ട നിമിഷങ്ങളുടെ വിസ്മയം എന്നെ വന്നു തൊടുമോ? അതും എനിക്കറിയില്ല. ലതിക ഒരു നിമിഷം നിർത്തി. ഞാനൊരു ദിവസം ഇതൊക്കെ പറഞ്ഞപ്പോൾ ബാലിശമായ ആഗ്രഹങ്ങളായിട്ടാണ് നിങ്ങളുടെ അച്ഛന് തോന്നിയത്. ഇതുപോലെയുള്ള വിചിത്രമായ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീയോടൊപ്പമാണോ ഇക്കാലം അത്രയും ജീവിച്ചതെന്നു പോലും അദ്ദേഹം സംശയിച്ചു. ഞങ്ങളുടെ സങ്കല്പങ്ങൾ പരസ്പരം ഉടക്കി നിന്നു. ഇരുദിശകളിലുമിരുന്ന് 2 തോണിക്കാർ തുഴയുന്ന ഒരു തോണി അനങ്ങാനാവാതെ കടവത്തു കിടക്കുന്നത് ഞാൻ സങ്കല്പിച്ചു. അപ്പോൾ ഇക്കാലമത്രയും 2 അഭിപ്രായങ്ങളിലാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. വൈരുദ്ധ്യങ്ങളുടെ സമരസപ്പെടലിൻ്റെ വലിയൊരു പാതയാണ് താണ്ടിയതെന്ന് തിരിച്ചറിഞ്ഞു. ജീവിതത്തെ അതിൻ്റെ മടുപ്പിക്കുന്ന ഏകതാനതയിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഞാൻ കിനാവു കണ്ടു തുടങ്ങി. ഹിമയുടെ വിവാഹമുറപ്പിച്ച രാത്രിയിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒഴിഞ്ഞു എന്നോ മറ്റോ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതോർക്കുന്നു. ജീവിതത്തിൽ ഇനിയും എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ട്. ലഹരി ആവേശിക്കും മുമ്പേ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ 5ാമത്തെ മദ്യപാനമായിരുന്നു അത്. അത്യധികമായ സന്തോഷത്തിൽ നിന്നോ സങ്കടത്തിൽ നിന്നോ കരകയറാനായി മാത്രം
അദ്ദേഹം മദ്യത്തിൻ്റെ കൂട്ടു തേടിപ്പോയി. താൻ ഈ ശീലത്തിന് അടിമയാകുമോ എന്ന ഭയം അദ്ദേഹം ഈ 5 തവണയും പങ്കുവച്ചു. ലതിക ശ്യാമയെയും ഹിമയെയും മാറി മാറി നോക്കിക്കൊണ്ട് തുടർന്നു. ആ ദിവസമാണ് അദ്ദേഹം തൻ്റെ ഭാവി പരിപാടികളെപ്പറ്റി എന്നോട് വിവരിച്ചത്. അപ്പോൾ ഞാൻ അവിശ്വസനീയതയോടെ മനസ്സിലാക്കി, അദ്ദേഹത്തിനുമുണ്ട് ഒരിക്കലും നിറവേറാനിടയില്ലാത്ത ചില സ്വപ്നങ്ങൾ. അപ്രായോഗികമായ ഇത്തരം ആഗ്രഹങ്ങളെ പിന്തുണക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞങ്ങളുടെ വഴികൾ വ്യത്യസ്തമായിരിക്കുമെന്ന് ആ നിമിഷത്തിൽ എനിക്ക് വെളിപാടുണ്ടായി. ഇനി എന്താണ് അച്ഛൻ്റെ ആഗ്രഹങ്ങൾ? ശ്യാമ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. ലക്ഷ്മണൻ കണ്ണടയൂരി മേശപ്പുറത്ത് വച്ചുകൊണ്ട് പറഞ്ഞു. ഫോട്ടോഗ്രഫി ആയിരുന്നു എൻ്റെ എക്കാലത്തെയും ആവേശം. ഒരുപാട് കാലത്തിനു മുമ്പുള്ള കാര്യമാണ്. അന്നൊക്കെ പല പത്രങ്ങളിലും വാരികകളിലും ഞാൻ എടുത്ത ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. അവയുടെ കോപ്പികൾ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ലക്ഷ്മണൻ ഉത്സാഹത്തോടെ അകത്തെ മുറിയിലേക്ക് പോയി. പഴയ അലമാര തുറക്കുന്നതിൻ്റെയും ചില സൂട്ട്കേസുകൾ പുറത്തെടുക്കുന്നതിൻ്റെയും ശബ്ദങ്ങൾ കേട്ടു. ഏതാനും മിനിറ്റുകൾക്കു ശേഷം ചില പഴയ ഫയലുകളുമായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ദാ നോക്കൂ. അവ തുറന്ന് കാലപ്പഴക്കത്താൽ മഞ്ഞച്ചുപോയ ചില പത്രത്താളുകൾ കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ഞാനെടുത്ത ഫോട്ടോകളാണ്. നിഖിൽ അവ കയ്യിലെടുത്ത് താൽപ്പര്യമില്ലാതെ മറിച്ചു നോക്കാൻ തുടങ്ങി. ശരിക്കു പറഞ്ഞാൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ലക്ഷ്മണൻ പറഞ്ഞു. ഞാൻ ആദ്യമായി എടുത്ത ഫോട്ടോ. അദ്ദേഹം ആവേശത്തിലായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു കരിയിലക്കിളിയുടെ പടമായിരുന്നു അത്. എൻ്റെ 21ാമത്തെ വയസ്സിൽ. ഹിമയും ആകാശും മടുപ്പോടെ പരസ്പരം നോക്കി. ഒരു വാഴക്കൈയിൽ തില്ല് സംഭ്രമത്തോടെ ഇരിക്കുന്ന ഒരു പക്ഷി. പശ്ചാത്തലത്തിൽ വാഴയിലകളുടെ ഇളം പച്ച നിറം, അടുത്തുള്ള തെങ്ങോലകളുടെ കടും പച്ച നിറം, അകലെയുള്ള മരങ്ങളുടെ മങ്ങിയ പച്ച നിറം. ശരിക്കു പറഞ്ഞാൽ പച്ചയുടെ വിവിധ ഭാവങ്ങളായിരുന്നു ആ പടം. പ്രകൃതി തന്നെ വരച്ച മനോഹരമായൊരു പെയിന്റിംഗ് പോലെ നിറങ്ങളുടെ കൂടിച്ചേരൽ. അദ്ദേഹം ഒന്നു നിർത്തി. ആ ഫോട്ടോ എടുക്കുമ്പോൾ അതൊരു തുടക്കമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനുവേണ്ടി ചെലവഴിക്കാൻ പോകുന്ന നീണ്ട സമയത്തെപ്പറ്റി എനിക്കന്നേരം ഒരു സൂചന പോലും കിട്ടിയില്ല. കുറച്ചു സമയത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. ലക്ഷ്മണൻ തുടർന്നു. പിന്നീട് ആഴ്ചകൾക്കു ശേഷം ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ ഞാൻ മാസിക തുറന്ന് ആ പടത്തിനു മീതെ കൈയോടിച്ചു. ചിത്രത്തിൽ നിന്നും ആ പക്ഷി ഉണർന്നു വന്ന് എൻ്റെ കൈവെള്ളയിൽ കൊക്കുരുമിയതായി എനിക്ക് തോന്നി. ഞാൻ ആകെ കോരിത്തരിച്ചു. ഏതോ ഓർമ്മയിൽ മുഴുകിയെന്നോണം അദ്ദേഹം സംസാരം തുടർന്നു. ഒരു ക്ലിക്കിനു പിന്നിലെ ഒറ്റ നിമിഷത്തിൻ്റെ നിശബ്ദത. അതാണ് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ നിശബ്ദതയെന്ന് തോന്നും. ലോകം മുഴുവൻ ഈയൊരു നിമിഷത്തിനു വേണ്ടി ശ്വാസമടക്കി കാത്തിരിക്കുന്നുവെന്നും. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശലഭങ്ങളുടെയും പ്രാണികളുടെയും ചിത്രങ്ങൾ പകർത്താൻ എനിക്കെന്നും താൽപ്പര്യമായിരുന്നു. അവയുടെ ജീവിതത്തിലെ ചലനാത്മകമായ ഒരു നിമിഷം എനിക്ക് സ്വന്തമായതായി തോന്നി. അപകടങ്ങളോ മരണങ്ങളോ എൻ്റെ ഫോട്ടോകൾക്ക് വിഷയമായില്ല. ദുരന്തങ്ങളും മനുഷ്യന്റെ നിസ്സഹായത വിളിച്ചോതുന്ന സന്ദർഭങ്ങളും വളരെ അപൂർവമായി മാത്രമേ ഞാൻ ക്യാമറയിൽ പകർത്തിയുള്ളൂ. അത്തരം ഫോട്ടോകൾ പിന്നീടൊരിക്കൽ കൂടി എടുത്തു നോക്കാൻ ഞാൻ താൽപ്പര്യപ്പെട്ടതുമില്ല. എന്താണ് ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുടെ യഥാർത്ഥ ദൗത്യം? ഞാൻ അതിനെപ്പറ്റി ഏറെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ പകർത്തുന്ന ചിത്രങ്ങൾ എന്നെ വ്യക്തിപരമായി സന്തോഷിപ്പിക്കുന്നത് കൂടിയാകണം എന്നതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. അത് ശരിയോ തെറ്റോ എനിക്കറിയില്ല. സ്റ്റുഡിയോയിൽ ഫോട്ടോകൾ വാഷ് ചെയ്യുന്നതും കാത്ത് ഞാൻ ഉത്കണ്ഠ നിറഞ്ഞ ഒരു വിങ്ങലോടെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ സങ്കല്പത്തിൻ്റെ പൂർണ്ണത ചില ചിത്രങ്ങളിലെങ്കിലും ഞാൻ അനുഭവിച്ചു. ചില അവസരങ്ങളിൽ മനസ്സ് അസംതൃപ്തികളിൽ കുരുങ്ങിക്കിടന്നു. പ്രസിദ്ധീകരിച്ചു വന്ന ഫോട്ടോകൾ ആവേശത്തോടെ വീണ്ടും വീണ്ടും എടുത്തു നോക്കി. അവ തലയണയുടെ അടിയിൽ വെച്ചുറങ്ങി. ആ പത്രത്തിൻ്റെ കിട്ടാവുന്ന കോപ്പികളൊക്കെ വാങ്ങി സൂക്ഷിച്ചു. ഒരുപാട് സർക്കുലേഷൻ ഒന്നുമില്ലാത്ത ചെറുകിട പ്രസിദ്ധീകരണങ്ങളായിരുന്നു മിക്കതും. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആരും ആ ഫോട്ടോകൾ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നി. അത് എന്നെ നിരാശപ്പെടുത്തിയോ? ഇതിലും കൂടുതൽ പരിഗണനകൾ ഞാൻ അർഹിച്ചിരുന്നോ?
തിരിഞ്ഞു നോക്കുമ്പോൾ വ്യക്തമായൊരുത്തരം കിട്ടുന്നില്ല. ക്രമേണ എനിക്ക് ഫോട്ടോഗ്രഫിയോടുള്ള കമ്പം കുറഞ്ഞു വന്നു. മികച്ച പ്രകൃതി ദൃശ്യങ്ങളോ പ്രത്യേകതയുള്ള കാഴ്ചകളോ എന്നെ പ്രചോദിപ്പിക്കാതെയായി. എന്റെ ക്യാമറ ഉപയോഗിക്കപ്പെടാതെ പൊടിപിടിച്ചു നശിച്ചു. പിന്നീട് മൊബൈൽ ഫോണുകളുടെ കാലമായി. മൊബൈൽ ക്യാമറയിൽ ഫോട്ടോകൾ എടുക്കാമെന്നായി. ഈയിടെ വീട് വൃത്തിയാക്കിയപ്പോൾ പൊടിമൂടിയ കേടുവന്ന എന്റെ ക്യാമറ കണ്ടു. ഒരു നിമിഷത്തേക്ക് എന്റെ നെഞ്ച് തകർന്നുപോയി എന്ന് പറയുന്നതാകും ശരി. അദ്ദേഹം ഒന്ന് നിർത്തി. മറ്റുള്ളവർ അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി. ഒരു കാലത്തെ എന്റെ സ്വപ്നം, എന്റെ ജീവസ്പന്ദനം ക്യാമറ കയ്യിലെടുക്കുമ്പോൾ ഞാൻ ഓർത്തു. അത് അവസാനം പകർത്തിയ ദൃശ്യമേതെന്ന് എനിക്കോർത്തെടുക്കാനായില്ല. കണ്ണീരിന്റെ മറയിൽ എന്റെ കാഴ്ചയും മങ്ങിപ്പോയിരുന്നു. ഒരു നിമിഷത്തിനു ശേഷം ഭാരമേറിയ ശബ്ദത്തിൽ അദ്ദേഹം തുടർന്നു. എന്തുകൊണ്ടാണ് ഫോട്ടോഗ്രഫിയോടുള്ള എന്റെ താല്പര്യം കുറഞ്ഞത്? ഞാൻ ചിന്തിച്ചു. പുതിയ ജീവിത സാഹചര്യങ്ങളാണോ? ജോലി തിരക്കുകളാണോ? കുടുംബജീവിതമാണോ? എനിക്ക് തീർപ്പു കൽപ്പിക്കാനായില്ല. കുറെ സമയത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. ചുവരിലെ ക്ലോക്കിലേക്ക് എത്തി നോക്കിയപ്പോൾ നേരം ഏറെ ആയിരിക്കുന്നുവെന്ന് ശ്യാമ കണ്ടു. ഫോട്ടോഗ്രഫി എന്നും എനിക്കൊപ്പമുണ്ടാകണം. ഞാൻ ആ നിമിഷത്തിൽ തീരുമാനമെടുത്തു. ഒരാൾ ജീവിത സായാഹ്നത്തിൽ തന്റെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുന്നതുപോലെയായിരുന്നു അത്. ലക്ഷ്മണൻ പറഞ്ഞു നിർത്തി. ഇപ്പോൾ മനസ്സിൽ പുതിയ ആശയങ്ങളും പ്രതീക്ഷയുമാണ്. അദ്ദേഹം ചിരിച്ചു. ആദ്യം ഒരു പുതിയ ക്യാമറ വാങ്ങണം, ഏറ്റവും പുതിയ മോഡലിലുള്ളത്. പിന്നെ അദ്ദേഹം എന്തൊക്കെയോ സങ്കല്പങ്ങളിൽ മുഴുകിയെന്നോണം നിശബ്ദനായി. വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ വിവാഹമോചനം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരു ചടങ്ങായി നടത്തണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കുകയായിരുന്നു. ലതിക കുറച്ചു സമയത്തിനു ശേഷം പറഞ്ഞു. ഞങ്ങൾ ഒക്ടോബർ 11 എന്ന തീയതി തിരഞ്ഞെടുത്തു. ഒരുമിച്ചു പോയി JV ഹാൾ ബുക്ക് ചെയ്തു. പിന്നീട് ഒരു ക്ഷണക്കത്തിന്റെ മാതൃക സെലക്ട് ചെയ്തിട്ട് പരിചയക്കാർക്കൊക്കെ വാട്സപ്പ് മെസ്സേജ് അയച്ചു. ഇത് നിങ്ങളോട് നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു, ലതിക പറഞ്ഞു. പക്ഷേ സ്വപ്നങ്ങൾക്കു വേണ്ടി ഡിവോഴ്സ് ചെയ്യാവുന്ന പ്രായമാണോ നിങ്ങളുടേത്? നിഖിൽ ചോദിച്ചു. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് പിരിയുമ്പോൾ വിഷമമില്ലെന്ന് ഭാവിക്കുന്നത് വെറും കാപട്യമല്ലേ? അതിനുവേണ്ടിയല്ലേ ഈ ഒരു ഫംഗ്ഷൻ? ശ്യാമ ചോദിച്ചു. ഇനി നിങ്ങൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണോ? ഹിമ സംശയിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരങ്ങൾ കണ്ടെത്താം. സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു. ശ്യാമയും ഹിമയും വീണ്ടും എന്തോ പറയാൻ വന്നത് ശ്രദ്ധിക്കാതെ ലതികയും ലക്ഷ്മണനും എഴുന്നേറ്റു. എന്തായാലും ഇങ്ങനെയൊരു ചടങ്ങിന് ഞങ്ങൾ പങ്കെടുക്കില്ല. വീടിന്റെ ഗേറ്റ് കടക്കും മുമ്പേ ഹിമയും ആകാശും പ്രഖ്യാപിച്ചു. അപ്പോൾ അവരുടെ തീരുമാനത്തോട് യോജിച്ചെങ്കിലും അവൾക്കു തന്നെ പിടികിട്ടാത്ത ഏതോ ഒരു വികാരം ശ്യാമയെ ഒക്ടോബർ 11 JV ഹാളിൽ എത്തിച്ചു. ശ്യാമ എത്തിയപ്പോഴേക്കും ഹാളിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഫോട്ടോഗ്രാഫർമാർ അവിടവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ആകാംക്ഷയും കൗതുകവും പല മുഖങ്ങളിലും തെളിഞ്ഞു കണ്ടു. വേദിയിലെങ്ങും നിറപ്പകിട്ടാണെന്ന് ശ്യാമ ശ്രദ്ധിച്ചു. ചുവപ്പും പച്ചയും മഞ്ഞയും നീലയുമായി ബലൂണുകൾ, സമാന നിറങ്ങളിലെ അലങ്കാരങ്ങൾ, ബഹുവർണ്ണ കസേരകൾ, ചുവപ്പും മഞ്ഞയുമായി ശീതള പാനീയങ്ങൾ. പല നിറങ്ങൾ ഇടകലർന്ന തിളങ്ങുന്ന സാരി അണിഞ്ഞ ലതികയും മോടിയുള്ള വസ്ത്രങ്ങളിൽ സന്തോഷവാനായ ലക്ഷ്മണനും വേദിയുടെ ഒത്ത നടുക്കായി നിൽക്കുന്നുണ്ട്. ലക്ഷ്മണൻ അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാന വാചകങ്ങൾ മാത്രമാണ് ശ്യാമക്ക് കേൾക്കാനായത്. അതിനാൽ ഭാവി ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് ഞങ്ങൾ ഇരുവരും പരസ്പരം ആശംസിക്കുന്നു. അനിശ്ചിതത്വവും സാഹസികതയും നിറഞ്ഞ ദിവസങ്ങളെപ്പറ്റിയുള്ള പ്രതീക്ഷകളാണ് ഇപ്പോൾ മനസ്സിൽ. എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബാലിശമായ ചില സ്വപ്നങ്ങൾക്കു പിന്നാലെയുള്ള കുതിച്ചുചാട്ടം കൂടിയാണല്ലോ ജീവിതം. ഇരുവരും ചുവന്ന പാനീയം നിറച്ച ഗ്ലാസുകൾ പരസ്പരം കൂട്ടിമുട്ടിച്ചു. ക്യാമറ ഫ്ലാഷുകൾ തുരുതുരാ മിന്നി. മുൻനിരയിൽ നിന്ന ഏതാനും അതിഥികൾ കൈയടിച്ചു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ നന്ദി.